കേരള രാഷ്ട്രീയത്തിൽ ചരിത്രം തിരുത്തി എഴുതാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ ചർച്ചകൾ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ഒരു 10-20-30 വർഷമായി തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരാണ് ഞങ്ങളൊക്കെ തന്നെ. അപ്പോൾ എന്നേക്കാൾ മുമ്പ് പൊതുപ്രവർത്തനം തിരുവനന്തപുരം കേന്ദ്രമാക്കി ആരംഭിച്ച ആളാണ് ശ്രീ M.R. ഗോവൻജി. അതോടൊപ്പം തന്നെ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഏറെക്കുറെ എല്ലാ കൗൺസിലർമാരും നേതാക്കന്മാരും ഒക്കെ തന്നെ ഒരു 2 പതിറ്റാണ്ട് 3 പതിറ്റാണ്ട് അപ്പുറം പൊതുപ്രവർത്തനം നടത്തുന്നവരാണ്. ഞങ്ങൾ ചില ചോദ്യങ്ങൾ കേരള സമൂഹത്തിന് മുൻപിൽ ഉന്നയിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്ക് വർഷങ്ങളായി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പൊതുപ്രവർത്തനം നടത്തി പതിറ്റാണ്ടുകളോളം ഒന്നല്ലെങ്കിൽ മറ്റൊരു അധികാര സ്ഥാനം കൈയാളിയ നേതാക്കന്മാർ തിരുവനന്തപുരത്തുണ്ട്. മറുപടി പറയണം. ബഹുമാനപ്പെട്ട വി ശിവൻകുട്ടി നേമം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി. അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായിരുന്നു, MLA ആയിരുന്നു, ഇപ്പോൾ അദ്ദേഹം മന്ത്രിയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹം MLA ഒന്നിൽ കൂടുതൽ തവണ ആറ്റിങ്ങൽ നിന്ന് MLA ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴക്കൂട്ടത്തുനിന്ന് ഒന്നിൽ കൂടുതൽ തവണ ജയിച്ചിട്ടുണ്ട്, മന്ത്രിയായിരുന്നു. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ശ്രീ VK പ്രശാന്ത് മേയറായിരുന്നു. അദ്ദേഹം ഒന്നിൽ കൂടുതൽ തവണ MLA ആയിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ നിരവധി കാലം പതിറ്റാണ്ടുകളോളം വിവിധ അധികാര കേന്ദ്രങ്ങൾ കൈയാളിയവരാണ്. ഇവരുടെയൊക്കെ തന്നെ പ്രവർത്തനത്തിൻ്റെ ഫലമായി അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ തിരുവനന്തപുരത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, മുന്നേറ്റത്തിന് വേണ്ടി എന്ത് കാര്യമാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു തുറന്ന ചർച്ചയ്ക്ക് ഇവർ 3 പേരും തയ്യാറാകണം. ഞങ്ങൾ തയ്യാറാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ജനുവരി മാസം മുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്താണ്? കുടിവെള്ള പ്രശ്നമാണ്. ഈ കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടി ഈ MLA-മാരും ഈ മന്ത്രിയുമൊക്കെ എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഇപ്പം അദ്ദേഹം അയ്യപ്പൻ കോശിയും കളിക്കുകയാണല്ലോ. അദ്ദേഹം ഗോതയിലിറങ്ങി നിൽക്കുകയാണ്. ഈ മൽപ്പിടുത്തം അദ്ദേഹത്തിന് നല്ല വശമുള്ള ആളാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ ആശയ സംവാദമാണ് ആവശ്യം. അയ്യപ്പനും കോശിയും കളിയൊക്കെ നമുക്ക് കളിക്കാം. എന്താണ് സർക്കാർ ചെലവിൽ മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും ഒക്കെ കൈയാളിയിട്ട് കഴിഞ്ഞ 25-30 വർഷം കൊണ്ട് ഇവർ ഒരു ചെറുവിരൽ അനക്കിയിട്ടുണ്ടോ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി? 1990-കളിൽ അരുവിക്കരയിൽ നിന്നും ശുദ്ധജലം കൊണ്ടുവരാൻ വേണ്ടി ഭൂമിക്കടിയിൽ ഇട്ട പൈപ്പ് 30 വർഷം കഴിയുമ്പോഴേക്കും അതിൻ്റെ കാലാവധി കഴിയും. അതിനു മുൻപ് തന്നെ പുതിയ പൈപ്പ് ലൈൻ ഇട്ടെങ്കിൽ മാത്രമേ വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമാവുകയുള്ളൂ. അതിന് ഇവർക്കാർക്കും തന്നെ സാധിക്കാത്തത് കൊണ്ടാണ് തിരുവനന്തപുരം പട്ടണം ഇന്ന് കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്നത്. അരുവിക്കരയിൽ നിന്നും ഒഴുകുന്ന വെള്ളത്തിൻ്റെ 30-35% ലീക്കായി പോവുകയാണ്. അതായത് അരുവിക്കരയിൽ നിന്നും 1000 ലിറ്റർ വെള്ളം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നാൽ അതിൽ 650 ലിറ്റർ വെള്ളം മാത്രമേ തിരുവനന്തപുരത്ത് എത്തുന്നുള്ളൂ. ഇത് ഗവൺമെൻറ് കണക്കാണിത്, വാട്ടർ അതോറിറ്റിയുടെ കണക്കാണിത്. ഇത് പരിഹരിക്കുവാൻ വേണ്ടി അവരൊരു ചെറുവിരൽ അനക്കിയിട്ടുണ്ടോ? 2 മേയർമാരിവിടെ ഉണ്ടായിരുന്നല്ലോ, ബഹുമാനപ്പെട്ട വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥിയും നേമ സ്ഥാനാർത്ഥിയും. ഇവർ മേയർമാരായിരുന്ന സമയത്ത് മാലിന്യ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി എന്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട്? ശാശ്വത പരിഹാരത്തിന് വേണ്ടി ജനങ്ങളോട് പറയാം, ഞങ്ങൾ തയ്യാറാണ് ചർച്ച ചെയ്യാനായിട്ട്. തെരുവ് നായ്ക്കളുടെ വന്ധീകരണം ഈ വന്ധീകരണം ആരംഭിച്ചത് ബഹുമാനപ്പെട്ട ശ്രീ വി ശിവൻകുട്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായിരുന്ന സമയത്താണ്. അന്ന് ഒരു 1500 നായ്ക്കളോട്ടം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം വന്ധീകരിച്ചപ്പോൾ അതിൻ്റെ എണ്ണ 8500 മുതൽ 10000 ആയി കഴിഞ്ഞിരുന്നു. പറയട്ടെ, എന്താ സംഭവിച്ചത് തെരുവ് നായ് വന്ധീകരണത്തിൽ? വിളപ്പിൽ ശാല എന്ന് കേൾക്കുമ്പോൾ തന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഭയപ്പാടോടെയാണ് ആ പേര് ഉച്ചരിക്കുന്നത് തന്നെ. വളരെ മനോഹരമായി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നടപ്പിലായിക്കൊണ്ടിരുന്ന ഒരു പദ്ധതി ഈ LDF ഭരണത്തിൽ തിരുവനന്തപുരത്ത് കൊണ്ട് നടപ്പിലാക്കിയപ്പോൾ പണം ഒഴുകിയത് മാത്രം മിച്ചം. വിളപ്പിൽ ശാല എന്ന് കേൾക്കുമ്പോഴേക്ക് ജനം ഭയപ്പെടുന്നൊരവസ്ഥ അല്ലേ? വരട്ടെ, ഇക്കാര്യങ്ങളിൽ ആശയ സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുമ്പോൾ ജനങ്ങൾക്ക് നമുക്ക് അധികാരം കിട്ടിയ സമയത്ത് ഏതു തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തത്, എന്ത് ഗുണകരമായ കാര്യങ്ങളാണ് ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ആവശ്യം. ആ ചർച്ചകൾക്ക് BJP എപ്പോഴും തയ്യാറാണ്.